ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെ വീണ്ടും നമ്മൾ തകർത്തു എന്നുള്ളതായിരുന്നു ഇന്നലെ ദുബായിൽ നിന്നുള്ള ഹോട്ട് വാർത്ത. സൂപ്പർ 4 പോരാട്ടത്തിൽ 6 വിക്കറ്റിനാണ് ഇന്ത്യയുടെ ജയം. ത്രസിപ്പിക്കുന്ന ജയമായിരുന്നു. 172 റൺസ് വിജയലക്ഷ്യം. 7 പന്ത് ബാക്കി നിർത്തി ഇന്ത്യ മറികടന്നു. ഇന്നലെ മത്സരത്തിനിടയിൽ ഒരുപാട് നാടകീയ രംഗങ്ങളൊക്കെ ഉണ്ടായി. ഏഷ്യ കപ്പിൽ ഇന്ത്യൻ ഓപ്പണർമാരും പാകിസ്ഥാൻ ബൗളർമാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. അവർ തമ്മിൽ ഉരസി വാക്കുകൾ കൊണ്ട്. പാക് താരം സാഹിബ് സാദ ഫർഹാൻ ബാറ്റുകൊണ്ട് വെടിയുതിർക്കുന്നത് പോലെ ആംഗ്യം കാണിച്ചതും വിവാദമായി. ഒടുവിൽ വെടിയൊക്കെ പുകയായി തീർന്നു. നമ്മുടെ പിള്ളേര് നല്ല മറുപടി കൊടുത്തു ബാറ്റുകൊണ്ട്. ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. അത് വലിയ രീതിയിൽ വിവാദമായൊരു ദൃശ്യമാണ്. ഓപ്പറേഷൻ സിന്ദൂറും പഹൽഗാമും ഒക്കെ ഈ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നോക്കൂ, തോക്ക് പോലെ ആംഗ്യം കാണിക്കുകയാണ്. വിവാദമായ ഒരു ആംഗ്യമായിരുന്നു അത്. ഓപ്പറേഷൻ സിന്ദൂരൊക്കെ നമ്മൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ. പാക് താരം സാഹിബ് സദാ ഫർഹാനാണ് അങ്ങനെ ആംഗ്യം കാണിച്ചത്. വിനേഷ് കുഞ്ഞിരാമനുണ്ട്. വിനേഷ് കുഞ്ഞിരാമൻ, പതിവ് പോലെ നാടകീയമായ രംഗങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിനിടയിലുണ്ടായി. അത് രണ്ടാമത്തെ മത്സരത്തിലും നമ്മുടെ സൂര്യകുമാർ യാദവ് പാകിസ്ഥാൻ ക്യാപ്റ്റന് കൈകൊടുക്കാതെ പോയി. അതിനുശേഷം നടന്ന സംഭവങ്ങളും നാടകീയമായിരുന്നു അല്ലേ വിനേഷ്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഏതായാലും കളി മികവിൽ ഇന്ത്യക്കൊപ്പം പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാന് ഒട്ടും കഴിയുന്നില്ല. അപ്പോൾ കുറച്ച് പ്രകോപന വാക്കുകളൊക്കെ ചൊരിഞ്ഞുകൊണ്ട് ചില പ്രകോപനപരമായിട്ടുള്ള ആക്ഷനൊക്കെ കാണിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കാനുള്ള ഒരു ശ്രമമാണ് പാക് താരങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഉണ്ടാകുന്നത്. ഇതിപ്പോൾ ഗ്രൂപ്പ് ഘട്ടത്തിലും ഇന്ത്യ ജയിച്ചു. ഇതിപ്പോൾ സൂപ്പർ 4ലേക്ക് വരുമ്പോഴും അനായാസം തന്നെ ഇന്ത്യക്ക് വിജയിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഈ കളിക്കിടയിൽ ഉണ്ടായ ചില സംഭവങ്ങൾ തന്നെയാണ് വീണ്ടും ചർച്ചയാകുന്നത്. നേരത്തെ ഈ ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ തുടങ്ങിയ വിവാദങ്ങളാണ്. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും നായകന്മാർ പരസ്പരം കൈകൊടുക്കാൻ തയ്യാറായില്ല, ഹസ്തദാനത്തിന് തയ്യാറായില്ല എന്ന് തുടങ്ങുന്ന വിവാദം. പിന്നീട് ഗ്രൂപ്പിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ നായകൻ പാകിസ്ഥാൻ നായകന് ടോസിന്റെ സമയത്ത് കൈകൊടുത്തില്ല. മത്സരശേഷവും ഇന്ത്യൻ താരങ്ങൾ ഹസ്തദാനത്തിന് തയ്യാറായില്ല. ഇന്നലത്തെ മത്സരത്തിലേക്ക് വരുമ്പോഴും ടോസ് സമയത്ത് ഹസ്തദാനം ഉണ്ടായിരുന്നില്ല. പിന്നീട് ആദ്യം ബാറ്റ് ചെയ്യുന്നത് പാകിസ്ഥാനാണ്. അവിടെ വിവാദങ്ങൾ തുടങ്ങുകയാണ്. പാകിസ്ഥാന്റെ താരമായിട്ടുള്ള ഫർഹാൻ 2 തവണ ജീവൻ ലഭിച്ചതിന് ശേഷം അദ്ദേഹം അർദ്ധ സെഞ്ചുറിയിലേക്ക് എത്തുന്നു. അർദ്ധ സെഞ്ചുറിക്ക് പിന്നാലെയാണ് ഒരു ആഘോഷം, സെലിബ്രേഷൻ എന്ന് പറയുന്നത്. ആ ബാറ്റ് തിരിച്ചു പിടിച്ച് ഒരു AK-47 എന്നതുപോലെ തോക്ക് ചൂണ്ടി വെടിയുതിർക്കുന്ന ഒരു ആക്ഷനാണ് കാണിച്ചത്. പ്രത്യേകിച്ച് അരുൺകുമാർ പറഞ്ഞതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെയും അതുപോലെ പഹൽഗാം ആക്രമണത്തിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള വിവാദ സെലിബ്രേഷൻ, ആഘോഷം പാക് താരത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇത് ഇന്ത്യൻ താരങ്ങളെ ചൊടിപ്പിച്ചിരുന്നു എന്ന കാര്യത്തിൽ സംശയം ഒട്ടുമില്ല. അങ്ങനെ 171 റൺസ് പാകിസ്ഥാൻ എടുക്കുന്നു. താരതമ്യേന വലിയ കുഴപ്പമില്ലാത്ത ഒരു സ്കോറായിരുന്നു അത്. പിന്നീട് ഇന്ത്യൻ താരങ്ങൾ ബാറ്റിങ്ങിന് ഇറങ്ങുന്നു. ഇന്ത്യൻ ഓപ്പണർമാർ 2 പേരും ശുഭ്മൻ ഗില്ലായാലും അഭിഷേക് ശർമ്മയായാലും മികച്ച ഫോമിലായിരുന്നു. അവർ അനായാസം പാക് ബൗളർമാരെ നേരിട്ടു. അവരുടെ ഏറ്റവും മികച്ച ബൗളർ എന്ന് പറയുന്ന ഷഹീൻ ഷാ അഫ്രീദിയെ തുടർച്ചയായ ബൗണ്ടറികളിലേക്ക് ഇന്ത്യൻ താരങ്ങൾ പായിക്കുന്നു. അതിനിടെ 3ാമത്തെ ഓവറിൽ ഇന്ത്യയുടെ ടെസ്റ്റ് നായകനായിട്ടുള്ള ശുഭ്മൻ ഗിൽ ഒരു ബൗണ്ടറി നേടുന്നു ഷഹീൻ അഫ്രീദിക്കെതിരെ. തൊട്ടു പിന്നാലെ ബൗണ്ടറിയിലേക്ക് ചൂണ്ടിക്കണ്ട് നേരത്തെ പണ്ട് വീരേന്ദ്ര സേവാഗ് പറയുന്നുണ്ടായിരുന്നു, പന്തിന്റെ വീട് എന്ന് പറയുന്നത് ബൗണ്ടറിയാണ്, അവിടെ പോയി നിൽക്കട്ടെ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നേരെ ബൗണ്ടറിയിലേക്ക് ചൂണ്ടിക്കാണിച്ചു, കണ്ടോളൂ പന്ത് ഞാൻ അടിച്ച് പരത്തിയിട്ടുണ്ട്, അവിടത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. അവിടെ ഒരു തർക്കമുണ്ടാകുന്നു. പിന്നീട് 5ാമത്തെ ഓവറിലേക്ക് വരുമ്പോൾ ഹാരിസ് റൌഫ് ഇന്നലെ അത്യാവശ്യം ഭേദപ്പെട്ട രീതിയിലാണ് പന്തെറിഞ്ഞത്. പക്ഷേ ഹാരിസ് റൌഫിനെ ശുഭ്മൻ ഗിൽ ഒരു ബൗണ്ടറി നേടുന്നു ഹാരിസ് റൌഫിനെതിരെ. അപ്പോൾ ഈ ശുഭ്മൻ ഗില്ലും ഹാരിസ് റൌഫും തമ്മിലല്ല അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അവിടെ അഭിഷേക് ശർമ്മയാണ് ഇടപെടുന്നത്. അഭിഷേക് ശർമ്മയും ഹാരിസ് റൌഫും തമ്മിൽ നേർക്കുനേർ വരുന്നു. ശുഭ്മൻ ഗില്ലും വരുന്നു. ചൂടേറിയ വാഗ്വാദം അവിടെ ഉണ്ടാകുന്നു. അമ്പയർ ഇടപെട്ടുകൊണ്ട് തന്നെയാണ് ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നത്. അവിടെയും തീർന്നില്ല. പിന്നീട് ഹാരിസ് റൌഫ് ബൗണ്ടറിക്കരികിൽ ഫീൽഡ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേകതര ആക്ഷൻ കൂടി കാണിക്കുന്നുണ്ടായിരുന്നു. അതായത് ഈ പാകിസ്ഥാന്റെ അവകാശവാദം ഉണ്ടായിരുന്നല്ലോ, ഇന്ത്യയുടെ റഫാൽ വിമാനം വെടിവെച്ചിട്ടു എന്നൊക്കെയുള്ള രീതിയിൽ. ആ രീതിയിൽ ഒരു വിമാനം പറക്കുന്നതായും അവിടെ വന്നിട്ട് ഒരു മിസൈൽ പതിക്കുന്നതായും വിമാനം തകർന്നു വീഴുന്നതായുമായിട്ടുള്ള ഒരു ആംഗ്യം കൂടി ഹാരിസ് റൌഫ്, ഇന്ത്യൻ ആരാധകരെ നോക്കിക്കൊണ്ട് ഹാരിസ് റൌഫിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു ആക്ഷനും ഉണ്ടായി. അതൊരു വിവാദം. ഇതിനൊക്കെ പുറമെ കളിയിൽ മറ്റൊരു വിവാദം കൂടി ഉണ്ടായിരുന്നു. അതായത് പാകിസ്ഥാന്റെ പാകിസ്ഥാൻ ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ ഫഖർ സമാൻ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഫഖർ സമാന്റെ വിക്കറ്റ് അത് സഞ്ജു സാംസൺ കയ്യിൽ ഒതുക്കിയിരുന്നു. പക്ഷേ അത് കയ്യിൽ ഒതുക്കുന്നതിന് തൊട്ട് മുൻപ് നിലത്ത് പിച്ച് ചെയ്തു എന്നുള്ള രീതിയിൽ കമന്റേറ്റർമാർ പറയുന്നുണ്ടായിരുന്നു. മുൻ പാക് താരങ്ങളൊക്കെ തന്നെയും അത് ഔട്ടല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ രീതിയിൽ വിവാദങ്ങൾ ഒരു പിടി. കളി മികവിൽ മുന്നിൽ നിൽക്കാനാവുന്നില്ല. മറ്റ് ചില ശ്രമങ്ങളൊക്കെ പാകിസ്ഥാന്റെ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ കളിയിലും നിലപാടിലും ഇന്ത്യ തന്നെ മികച്ചു നിൽക്കും. ഇതാണ് ആ ബൗണ്ടറിയിൽ വെച്ച് നടത്തിയ ആക്ഷൻ. ഇതാണ് നമ്മുടെ റഫാൽ വിമാനം വെടിവെച്ചിട്ടതിനെ പ്രതീകാത്മകമായിട്ട് പറയുന്നത് പോലെ അവിടെ നിന്ന് കാണിക്കുന്നത്. നോക്കി, ഇതാണ് കാണിക്കുന്നത്. ഇന്ത്യൻ ആരാധകർക്കെതിരെയാണ്. സ്വാഭാവികമായിട്ടും ആർക്കാണെങ്കിലും കലിപ്പ് വരൂലേ. എന്നിട്ട് AK-47 തോക്കെടുത്തിട്ട് കാണിക്കുന്നത് പോലെ ബാറ്റ് കൊണ്ട് കാണിക്കേണ്ടത്. സാർ ഇത് കളിയാണ്, യുദ്ധമല്ല സാർ. പിന്നെ ഇത്തരം തോക്കുകൾ പോലെ ബാറ്റൊക്കെ എടുത്ത് പിടിച്ച് നമ്മുടെ ഇന്ത്യൻ ആരാധകർക്ക് നേരെ വെടിയുതിർക്കുന്നത് പോലെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ മോഹൻലാൽ പറഞ്ഞതുപോലെയുള്ളൂ. ഒരു പ്രേക്ഷകൻ പറയുന്നു, മണികണ്ഠൻ പറയുന്ന പോലെ തോക്കെടുത്തോളൂ, പക്ഷേ തോക്കാനാകരുത്.
എന്നുള്ളതാണ്. അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. മണികണ്ഠൻ പറഞ്ഞതുപോലെ എന്തിനാണ് വല്ല കാര്യമുണ്ടോ, ആവശ്യം പോലെ വാങ്ങിച്ചു കൂട്ടി. അഭിഷേക് ശർമ്മ ഒരു ഭാഗത്ത് തകർത്തടിച്ചു, തൊട്ടു പിന്നാലെ ശുഭമാൻ ഗില്ല്, പിന്നെ അവസാനം ഹാർദിക് പാണ്ഡ്യയും തിലകും കൂടി വന്ന് സംഭവം അടക്കം കഴിച്ചു. അപ്പോൾ അതാണ് സംഭവിച്ചത്. എന്തായാലും എല്ലാ അഹങ്കാരങ്ങളും അവസാനിച്ചു. ഇന്നലെ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് വളരെ പ്രകോപനപരമായ കാര്യങ്ങളുണ്ട്. കളിക്കളത്തിൻ്റെതായ മാന്യത പുലർത്തുക എന്നുള്ളതാണ്. AK-47 തോക്കല്ലല്ലോ, തോക്കുകളെ മാറ്റാൻ വേണ്ടിയല്ലേ നമ്മൾ ബാറ്റുകൾ കയ്യിൽ കൊടുക്കുന്നത്, എന്താണല്ലേ. എന്തായാലും കണക്കിന് മറുപടി കൊടുത്തു നമ്മുടെ പിള്ളേർ. ഓപ്പറേഷൻ സിന്ദൂർ അവിടെ വെച്ചു, ഇപ്പോൾ മൈതാനത്ത് കളിക്കാരുടെ വകയായിട്ട് കൊള്ളാം.